സ്വാർത്ഥത മനുഷ്യനെ ക്രൂരനാക്കുന്നു. വിശന്ന സിംഹം വിശപ്പടക്കാൻ മറ്റു മൃഗങ്ങളെ കൊന്നു തിന്നും. പക്ഷെ അത് സിംഹത്തെ കൊന്ന് ഭക്ഷിക്കാറില്ല. പക്ഷെ സ്വാർത്ഥനായ മനുഷ്യൻ ഒന്നല്ല, രണ്ടല്ല, ലക്ഷങ്ങളെ കൊല്ലാൻ മുൻപിൻ നോക്കാറില്ല. എന്നിട്ടും ആ മനുഷ്യൻ സിംഹത്തെ ക്രൂരനെന്നാണല്ലോ പറയുന്നത് ഗുരു. അങ്ങനെ പറയാൻ അവന് യാതൊരു അവകാശവുമില്ല. മനുഷ്യൻ ശ്രേഷ്ഠനായ ജീവിയാകുന്നത് സ്വാർത്ഥത വിട്ട് അന്യന് വേണ്ടി തന്റെ രക്തം ചിന്താൻ തയ്യാറുള്ളപ്പോൾ മാത്രമാണ്. വേദകൽപ്പന ധിക്കരിക്കാൻ നമ്മുടെ മുന്നിൽ എന്താണ് ഒരു വഴി? ഇവിടുത്തെ സകല ചരാചരങ്ങൾക്കും അതുവഴി ലോകനന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ ആ കർമ്മം നിർവഹിച്ചേ മതിയാകും. ഏത് കർമ്മം ഗുരുനാഥ? അങ്ങ് തെളിച്ചു പറയൂ. തപസ് ചെയ്തും മരം നേടിയും സിദ്ധിച്ച നിങ്ങളുടെ തപോബലം മുഴുവൻ ഈ ദർഭപുല്ലിലേക്ക് ആവാഹിക്കണം. ശക്തി മുഴുവൻ ആവാഹിച്ചു കഴിയുമ്പോൾ ഇതിന് വളർച്ചയും കാഠിന്യവും മൂർച്ചയും കയറും. മന്ത്രം ജപിച്ച് ഊർജം നൽകിയ ഈ ദർഭപുല്ല് നിങ്ങളുടെ ആജ്ഞയ്ക്ക് കാത്തു നിൽക്കും. ഇതുകൊണ്ട് കൊല്ലണം വേരനെ. ഹിംസ പാപമാണ്, പക്ഷെ ഇത് ലോകരക്ഷാർത്ഥമാണെന്ന് അറിയുക. ലോകരക്ഷയ്ക്കായി ഈ കർത്തവ്യം സാക്ഷാൽ ഈശ്വരൻ നിങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. യാഗത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. നല്ലത് വരട്ടെ.